തൃശൂർ പൂരത്തിൽ ബ്രഹ്മസ്വം മഠത്തിനുള്ള സ്ഥാനം ചെറുതല്ല. തിരുവമ്പാടി ഭഗവതി വടക്കുന്നാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളുന്നത് മഠത്തിൽ നിന്നാണ്. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം വടക്കുന്നാഥന്റെ മണ്ണിൽ അരങ്ങേറുമ്പോൾ ഈ ബ്രഹ്മസ്വം മഠത്തിനും ചില കഥകൾ പൂരത്തിനോടൊപ്പം ചേർത്ത് പറയാനുണ്ട്. പൂരത്തിൽ പങ്കാളിയല്ലെങ്കിലും പൂരങ്ങളുടെ പൂരത്തിൽ വേദിയും സാക്ഷിയമാകുന്നത് ഈ മഠങ്ങളാണ്. തൃശ്ശൂർ പൂരമായിട്ട് ഈ മഠത്തിന് വളരെയധികം ബന്ധമുണ്ട്. പടിഞ്ഞാറച്ചിറയുടെ കിഴക്കേ ഭാഗത്ത് 4 മഠങ്ങളാണുള്ളത്. 4 സ്വാമിയാർ മഠങ്ങളായിരുന്നു. അതിൽ തെക്കേ മഠം, ഇടയിൽ മഠം, നടുവിൽ മഠം, വടക്കേ മഠം, അങ്ങനെ 4 മഠങ്ങളായിരുന്നു. 4 സ്വാമിയാർ മഠങ്ങളായിരുന്നു. അതിൽ വടക്കേ മഠം കാലക്രമത്തിൽ സ്വാമിയാരില്ലാതെ വേദപാഠശാലയായിട്ട് മാറി. ആ വേദപാഠശാലയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നടുവിൽ മഠം, അവിടെ സ്വർണത്തിൻ്റെ കോലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കണമെന്ന് തിരുവമ്പാടി വിഭാഗത്തിന് ഒരാഗ്രഹം. തിരുവമ്പാടി അതിൻ്റെ അന്നത്തെ അധികൃതർ സ്വാമിയാരെ സമീപിച്ചു. ഞങ്ങൾക്ക് ഈ കോലം പൂരത്തിന് എഴുന്നള്ളിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിയാർ പറഞ്ഞു, നടുവിൽ മഠത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇറക്കി പൂജ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ കോലം തരാം എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഈ നടുവിൽ മഠത്തിലേക്ക് പഴയ നടക്കാവിൽ കൂടെ തിരുവമ്പാടിയുടെ മേളത്തോടു കൂടി പഞ്ചവാദ്യത്തോടു കൂടി അവർ വന്ന് നടുവിൽ മഠത്തിൽ ഇറക്കുക എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടായത്. അത് കഴിഞ്ഞാൽ നടുവിൽ മഠത്തിൽ നിന്ന് ഈ നേരെ അത് ഇങ്ങോട്ട് വടക്കേ മഠത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ വടക്കേ മഠത്തിൽ ഇവിടെ ഒരു മുറിയുണ്ട്. ആ മുറിയിലാണ് ഇതിൻ്റെ കാലത്തും വൈകുന്നേരവും കോലം ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് കാലത്താണെങ്കിൽ ഒരു 8 മണിയോട് കൂടി അത് കോലം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്, വേദഘോഷത്തോടു കൂടി അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു 11 മണിക്കോടുകൂടി ഇത് പിന്നെ ഇവിടുന്ന് എഴുന്നള്ളിക്കുകയാണ്. അപ്പോൾ മഠത്തിലെ വരവ്, പ്രസിദ്ധമായിട്ടുള്ള മഠത്തിലെ വരവ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതാണ് ആ സ്ഥലം. തൊട്ട് മുകളിലാണ് തൃപ്പാക്കൽ അമ്പലം. അതിൻ്റെ ആലിഞ്ചുവട്ടിലാണ് മഠത്തിലെ വരവ് എന്നുള്ള പഞ്ചവാദ്യം. പ്രസിദ്ധമായ മഠത്തിൽ വരവിന് തിരുവമ്പാടി ഭഗവതി എഴുന്നള്ളുന്നതിന് മുൻപായി ആറാട്ട് നടത്താനായി നടുവിൽ മഠത്തിലെ ഈ വഴിയാണ് കടന്നുപോവുക. ഈ വഴി കടന്ന് പ്രസിദ്ധമായ ചിറയിലെത്തി ആറാട്ട് നടത്തി തുടർന്ന് ബ്രഹ്മസ്വം മഠത്തിലെത്തി 1 മണിക്കൂറോളം വിശ്രമിച്ച ശേഷമാണ് 11 മണിയോടുകൂടി മഠത്തിൽ വരവിനായി പുറപ്പെടുക. പൂരത്തിന് ഈ മഠങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മഠങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഈ പടിഞ്ഞാറെ ചിറയും. പടിഞ്ഞാറെ ചിറയുടെ നടുവിൽ മഠത്തിനോട് ചേർന്ന ആ ഒരു ഭാഗത്താണ് തിരുവമ്പാടി പാർമേക്കാവ് ഭഗവതിമാർ പൂര ദിവസം ആറാട്ട് നടത്തുന്നത്. പ്രസിദ്ധമായ മഠത്തിൽ വരവിനായി നടുവിൽ മഠത്തിലെത്തുന്ന തിരുവമ്പാടി ഭഗവതി അവിടെ ഇറക്കി പൂജ കഴിഞ്ഞ് ആറാട്ട് നടത്തിയ ശേഷം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ബ്രഹ്മസ്വം മഠത്തിന്റെ ഈ വഴികളിലൂടെയാണ് എഴുന്നള്ളത്തുമായി പൂര ദിവസം കൃത്യം 11 മണിക്ക് മഠത്തിൽ വരവിനായി പുറപ്പെടുക. ബ്രഹ്മസ്വം മഠത്തെക്കുറിച്ച് പറയാതെ തൃശൂർ പൂരം പൂർണ്ണമാകില്ല. അത്രമാത്രം അഭേദ്യമായ ബന്ധമുണ്ട് ബ്രഹ്മസ്വം മഠത്തിനും പൂരത്തിനും. എല്ലാ വർഷവും അതിൻ്റെതായ പാരമ്പര്യ തനിമയിൽ കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി ഇന്നും തുടർന്നു പോരുന്നു. ക്യാമറമാൻ പ്രവീണിനോടൊപ്പം ലിറ്റി ജെയ്സൺ, TCV ന്യൂസ്.